ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ സബ് ടോട്ടൽസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സബ് ടോട്ടൽസ് എന്ന് പറയുമ്പോൾ സമ്മ് മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ അല്ലേ. സമ്മ് മാത്രമല്ല, നമുക്ക് ആവറേജ്, കൗണ്ട്, മാക്സിമം, മിനിമം, പ്രോഡക്റ്റ് അങ്ങനെ ഒരു 11 ഫംഗ്ഷൻസിന് നമ്മുടെ ഈ സബ് ടോട്ടൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 11 ഫംഗ്ഷൻസിൽ ഏത് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണമെങ്കിലും നമുക്ക് സബ് ടോട്ടൽസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത് എന്തിനാണ് സബ് ടോട്ടൽസ്? നമുക്കൊരു സം എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ടല്ലോ അല്ലേ, നമുക്കതിൻ്റെ ഷോർട്ട് കട്ട് അറിയാം, സമ്മ് പെർഫോം ചെയ്യാനൊക്കെ നമുക്കറിയാം. പിന്നെ എന്തിനാണ് നമുക്ക് സബ് ടോട്ടൽസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ അല്ലേ? അതായത് നമുക്ക് സപ്പോസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഹ്യൂജ് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് നമുക്കതിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സമ്മ് കാണണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ്, അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റേനെ ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സബ് ടോട്ടൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് ഡൗട്ട്, ഇങ്ങനത്തെ രീതിയിലുള്ള ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സബ് ടോട്ടൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി അത് മാത്രമല്ല, സബ് ടോട്ടൽസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ സെൽസ് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വിസിബിൾ ആയിട്ടുള്ള സെൽസിൻ്റെ മാത്രം ടോട്ടൽസ് കണ്ടുപിടിക്കാൻ ഈ സബ് ടോട്ടൽ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ സബ് ടോട്ടൽസ് വർക്ക് ചെയ്യുന്നത് നോക്കാം അല്ലേ. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു വർക്ക് ഷീറ്റാണുള്ളത്. ഇതിൽ പ്രോഡക്ട്സ് ഉണ്ട്, അതായത് ആപ്പിൾ, ബനാന, ബ്രൊക്കോളി എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ പെട്ട ഐറ്റംസ് ആണുള്ളത് അല്ലേ. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. താഴേക്ക് നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡാറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിഫറെൻറ്റ് കൺട്രീസിൽ എത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഓർഡർ ഐ ഡി ഉണ്ട്, സെല്ല് ചെയ്ത ഡേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വർക്ക് ഷീറ്റിലുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സബ് ടോട്ടൽസ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അതായത് ചില സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ഡാറ്റയുടെ ഡീറ്റെയിൽസ് മാത്രം വേണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ സബ് ടോട്ടൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞു ആപ്പിൾസ് ഉണ്ട്, ബനാന ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട് അല്ലേ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പ്രോഡക്ട്സ് ഉള്ളത്. ഇതിൽ ഓരോ പ്രോഡക്റ്റും എത്ര എമൗണ്ടിന് സെല്ലായി എന്നുള്ള ഡീറ്റെയിൽ ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ സബ് ടോട്ടൽസ് യൂസ് ചെയ്യുന്നതിന് മുൻപേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സബ് ടോട്ടൽ കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റേനെ മാത്രം നമ്മളൊന്ന് സോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ സബ് ടോട്ടൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോളം ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് സോർട്ട് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുപോയി കഴ്സർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ടാബിൽ പോവുക. ദെൻ ഇവിടുന്ന് സോർട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടും സോർട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് സോർട്ടിംഗ് വേണമെങ്കിലും എടുക്കാം. A to Z വേണമെങ്കിൽ എടുക്കാം, Z to A എടുക്കാം. ഞാനിവിടെ Z to A സോർട്ട് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ട, ഇങ്ങനെയാണ് സോർട്ട് ആയിട്ടുള്ളത്. അതായത് Z to A എന്ന് പറയുമ്പോൾ ഓറഞ്ചാണ് ലാസ്റ്റ് ലെറ്റർ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കുമ്പോൾ ലാസ്റ്റ് ലെറ്റർ ഇരിക്കുന്ന ഓറഞ്ചിലാണ്. സോ ഓറഞ്ചാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ ആപ്പിൾ ആയിരിക്കും ലാസ്റ്റ് വന്നിട്ടുണ്ടാവുക. അതാണ് Z to A സോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് A to Z സോർട്ടിംഗ് ആണ് കൊടുക്കുന്നതാണെങ്കിൽ ആപ്പിൾ ഫസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സോർട്ടിംഗ് ആണ്. 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ഈസിയാണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സോർട്ടിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡാറ്റ ടാബിൽ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സബ് ടോട്ടൽ. ക്വിക്ക്ലി കാൽക്കുലേറ്റ് റോസ് ഓഫ് റിലേറ്റഡ് ഡാറ്റ ബൈ ഇൻസേർട്ടിംഗ് സബ് ടോട്ടൽസ് ആൻഡ് ടോട്ടൽസ്. കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു വിൻഡോ വരും. ഒപ്പം നമ്മളെ ഡാറ്റ സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ, ഓരോ ചേഞ്ചും, അതായത് അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ പ്രോഡക്റ്റ് തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ ഡാറ്റ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ വേണ്ടത് അത് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, അത് തന്നെ സെലക്ട് ചെയ്തു. ദെൻ യൂസ് ഫംഗ്ഷൻ, എനിക്ക് വേണ്ടത് സമ്മാണ്. ഇത് കൗണ്ടിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. സം, കൗണ്ട്, ആവറേജ്, മാക്സ്, മിൻ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഒരുപാട് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സം ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് യൂസ് ഫംഗ്ഷൻ സം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി ആഡ് സബ് ടോട്ടൽ ടു. അപ്പോൾ എനിക്ക് എന്തിൻ്റെ സബ് ടോട്ടലാണ് കാണേണ്ടത്, എനിക്ക് എമൗണ്ട് ആണ് വേണ്ടത് അല്ലേ. ഇവിടെ ബൈ ഡിഫോൾട്ട് ഓർഡർ ഐ ഡിയിലാണുള്ളത്. അതല്ല, എനിക്ക് സമ്മ് കാണേണ്ടത് എന്താണ്, എമൗണ്ടിൻ്റെ സമ്മാണ് കാണേണ്ടത്. സോ അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഓക്കെ അടിക്കുകയാണ്. എന്താ ചേഞ്ച് വരാൻ നോക്കിക്കോ. കണ്ടോ,
ഇതിപ്പോൾ എന്തായി, എല്ലാം ഗ്രൂപ്പായിട്ടുണ്ട് അല്ലേ. അതായത് പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് സബ് ടോട്ടൽസ് വേണ്ടത്. സോ ഓറഞ്ചിൻ്റെ മാത്രം എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഓറഞ്ച് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ കൊടുക്കുന്നില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മാംഗോൻ്റെ ടോട്ടൽ മാത്രം വന്നു. വീണ്ടും ക്യാരറ്റ്സിൻ്റെ ടോട്ടലുണ്ട്, അതുപോലെ തന്നെ ബ്രൊക്കോളീൻ്റെ ടോട്ടലുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി ബീൻസ്, ബനാന കണ്ട, ബനാനയ്ക്ക് ഹാഷിലാണ് വന്നിട്ടുള്ളത്, അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ടോട്ടൽ വന്നിട്ടുണ്ട്. ദെൻ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ടോട്ടലും ഒപ്പം ഗ്രാൻഡ് ടോട്ടലും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ മാത്രം മതി എന്ന് വിചാരിക്കുക. അതായത് ഓറഞ്ച് എത്ര, മാംഗോ എത്ര എമൗണ്ട്, അങ്ങനെയുള്ള ടോട്ടൽസ് മാത്രം മതി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ ഈ സൈഡിൽ നമുക്ക് കാണാം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടെ. 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ മാത്രം കാണും, കണ്ടല്ലോ. അപ്പോൾ 1 ആണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇത് മാത്രം ആൾക്കാർക്ക് കാണിച്ചു കൊടുത്താൽ മതിയെങ്കിൽ ഇങ്ങനെ എടുത്ത് കാണിക്കാം അല്ലേ. അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഷീറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി സെക്കൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ്. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, അതായത് ഓറഞ്ചിൻ്റെ ടോട്ടൽ, മാംഗോൻ്റെ ടോട്ടൽ, ക്യാരറ്റിൻ്റെ ടോട്ടൽ, ഇങ്ങനെ വേണ്ട ടോട്ടൽസും അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലും മാത്രം ഇവിടെ ഡിസ്പ്ലേ ആവും. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വർക്ക് ഷീറ്റിലേക്ക് കോപ്പി ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലേ. അതായത് നമുക്ക് കാണിക്കേണ്ട ഡാറ്റ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് വേറെ ആർക്കും കാണിക്കേണ്ട എന്നാണെങ്കിൽ എന്താണ്, ഈ ഒരു സംഭവം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഈ തേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഡാറ്റ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സബ് ടോട്ടൽസ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് വേണ്ട എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സബ് ടോട്ടൽസിൽ തന്നെ പോവുക, ദെൻ റിമൂവ് ഓൾ അടിച്ചു കൊടുക്കുക. ദെൻ എല്ലാം പോയി നമ്മുടെ ഡാറ്റ പഴയ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ കൺട്രീനെ ബേസ് ചെയ്തിട്ട് കൂടി സബ് ടോട്ടൽസ് ഫൈൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് എനിക്കിപ്പോൾ കാനഡയിൽ മാത്രം എത്ര എമൗണ്ടിനാണ് സെല്ലായതെന്ന് അറിയണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സോർട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കൺട്രിയുടെ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുവന്ന് കഴ്സർ വെക്കുക. ദെൻ ഞാൻ ഇപ്രാവശ്യം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോർട്ട് എടുക്കാൻ പോവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തു, സോർട്ട് എടുക്കുകയാണ്. A to Z സോർട്ടാണ് ഞാൻ ഇപ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഓസ്ട്രേലിയ, അതായത് എന്താണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മുടെ ഡാറ്റ സോർട്ടായിട്ടുണ്ട് അല്ലേ. അതായത് ഏത് കോളം മാത്രമാണ് സോർട്ടായിട്ടുള്ളത്, നമ്മുടെ കൺട്രിയുടെ കോളം മാത്രമാണ് സോർട്ടായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡാറ്റ ടാബിൽ തന്നെ പോവുക, സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ അത് നമ്മൾ മാറ്റി കൊടുക്കണം. എന്താണ് ഇപ്രാവശ്യം കൺട്രിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അതിനുശേഷം യൂസ് ഫംഗ്ഷൻ എന്നുള്ളിടത്ത് സം സെലക്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതായത് നിങ്ങൾക്ക് വേണ്ട ഫംഗ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സമ്മാണ് കാണാൻ പോകുന്നത്. ഇവിടെ ഓർഡർ ഐ ഡിയിലാണ് ടിക്ക് ഉള്ളത്. ഓർഡർ ഐ ഡി മാറ്റിയിട്ട് ഞാൻ എമൗണ്ട് ആണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഒന്നുകൂടി നോക്കാം, കൺട്രി, ദെൻ സമ്മാണ് കാണേണ്ടത്, ദെൻ എന്തിൻ്റെയാണ് കാണേണ്ടത്, അതായത് എമൗണ്ടിൻ്റെ. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ പേജ് ബ്രേക്ക് കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുമ്പോൾ കണ്ടല്ലോ, ഓസ്ട്രേലിയൻ്റെ മാത്രം ടോട്ടൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓരോ കൺട്രീൻ്റെയും, കാനഡ, ദെൻ ഫ്രാൻസ്, ഇങ്ങനെ ജർമ്മനി, ഓരോരോ കൺട്രീൻ്റെ ടോട്ടൽസും മാത്രം നമുക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ മാത്രമേ വേണ്ടുമെങ്കിൽ ഈ ഫസ്റ്റ് നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഗ്രാൻഡ് ടോട്ടൽ മാത്രം. ഇനി സെക്കൻഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഓരോരോ കൺട്രി വൈസ് മാത്രമുള്ള എമൗണ്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കാൽക്കുലേഷൻസ്, നമുക്ക് കമ്പനീസിലൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസ് വേണ്ട സമയത്ത് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.